ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് IBPS ക്ലർക്ക് പ്രിലിംസിൻ്റെ ഒരു അനാലിസിസ്, സെൽഫ് ഗിവൺ അനാലിസിസ് ആണ് കേട്ടോ. ഒക്ടോബർ 4-ാം തീയതി 5-ാം തീയതി ആയിട്ട് എല്ലാവർക്കും എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് 5-ാം തീയതി ഒക്ടോബർ 5-ന് ഫസ്റ്റ് രാവിലെയുള്ള ഷിഫ്റ്റ് ആയിരുന്നു എക്സാം. അപ്പോൾ എൻ്റെ ഷിഫ്റ്റിൽ എക്സാം ലെവൽ എങ്ങനെയായിരുന്നു, ഞാൻ എത്ര അറ്റംപ്റ്റ് ആണ് കൊടുത്തത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് കോണ്ട് സെക്ഷനാണ്. കോണ്ട് ഇംഗ്ലീഷ് റീസണിങ് എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എനിക്ക് എക്സാം ഓപ്പൺ ആയപ്പോൾ അരിത്തമെറ്റിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അരിത്തമെറ്റിക്ക് ഞാൻ എന്തായാലും ആദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. അപ്പോൾ അതൊരു മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് ഒരു 2-3 അരിത്തമെറ്റിക് കഴിഞ്ഞതിന് ശേഷം DI വന്നു. അതും മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റാണ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. സിംപ്ലിഫിക്കേഷൻ ഒരു 12 സിംപ്ലിഫിക്കേഷൻ എന്തായാലും ഉണ്ടായിരുന്നിരിക്കും. ഈസി ലെവൽ സിംപ്ലിഫിക്കേഷൻ ആണ് കേട്ടോ, നല്ല ഈസി ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ DI ചെയ്തു. DIയിൽ ടേബിൾ DI ഉണ്ടായിരുന്നു, ബാർഗ്രാഫ് DI ഉണ്ടായിരുന്നു. ടേബിൾ DIയിൽ ഏപ്രിൽ, മെയ്, ജൂൺ ഈ ഒരു 3 മാസത്തെ കിവി, പ്ലം, ഫ്രൂട്ട് എത്ര kg സെയിൽ ചെയ്തു എന്നുണ്ടായിരുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലെനിക്കൊരു DIയിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ച് വായിച്ചത് കാരണം എനിക്ക് കുറച്ച് സമയം അതിൽ പോയായിരുന്നു. അതിലൊരു സബ് ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റായിട്ട് വായിച്ചില്ല. അത് എന്തുകൊണ്ടാണ് കിട്ടാത്ത ഡാറ്റ എല്ലാം കറക്റ്റാണ്, പിന്നെ എന്താ കിട്ടാത്തതെന്ന് നോക്കി ഞാൻ പിന്നെ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് ഏറ്റവും ലാസ്റ്റാണ് ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും വന്ന് നോക്കുമ്പോൾ ഞാൻ വായിച്ചത് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ എനിക്ക് അതിലൊരു കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാർഗ്രാഫ് DI നോക്കുകയാണെങ്കിൽ അത് കോളേജസ് ഇൻ ABCD ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് നോക്കി ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ അരിത്തമെറ്റിക്കിലോട്ട് വന്നത്. അരിത്തമെറ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് മാത്രം നല്ല ഈസി ആയിട്ട് ഉണ്ടായിരുന്നു അരിത്തമെറ്റിക്കിൽ. ബാക്കി നമ്മൾ കുറച്ചൊന്ന് വായിച്ച് ഒന്ന് കാൽക്കുലേറ്റീവ് പോലുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കോണ്ട് സെക്ഷനകത്ത് എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 27 ശരിക്കും ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആവാതിരുന്നിരുന്നെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ 2 കൂടെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് സമയം ഞാൻ ആ ഒരു ക്വസ്റ്റ്യനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. മിസ്സിംഗ് നമ്പർ, റോങ് നമ്പർ, ക്വാഡ്രാറ്റിക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു കോണ്ടിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ വേർഡ് സ്വാപ്പിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും ഒരു 4 എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് ആ നമ്പേഴ്സ് ഓർമ്മയില്ല. അപ്പോൾ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റിനകത്ത് തന്നെ ഓപ്ഷൻസ് വന്നിട്ട് ഏകദേശം ഒരുപോലത്തെ മീനിങ് വരുന്ന ഹെൽഡിന്, അതുപോലെ ടുക്ക് പ്ലേസിന്, അതുപോലെ അങ്ങനെയുള്ള ഒരുപോലത്തെ മീനിങ് വരുന്ന ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സിംഗിൾ ഫില്ലേഴ്സ് ഉണ്ടായിരുന്നു. സിംഗിൾ ഫില്ലേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിലായാലും ക്വസ്റ്റ്യൻ ഈസിയാണ്, പക്ഷേ ഓപ്ഷൻസ് വരുമ്പോൾ വെൻറ്റ്, ഗോണ് അതുപോലുള്ള മീനിങ്, സെയിം മീനിങ്ങിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പാരാജമ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. പാരാജമ്പിളിനകത്ത് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫസ്റ്റ് വരുന്നത് B, സെക്കൻഡ് D, പിന്നെ ബാക്കിയുള്ള 3 എനിക്ക് ഷുവർ അല്ലാത്തത് കാരണം ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് BD ആണ് കൊടുത്തത്. ഫസ്റ്റ് B, സെക്കൻഡ് D അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൈൻഡ് കറക്റ്റ് സെൻറ്റൻസ്. അത് നമുക്ക് എപ്പോഴും റോങ് ആയിട്ടുള്ള ഇതല്ലേ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഉള്ള നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ SBI ക്ലർക്കിനായാലും കറക്റ്റ് സെൻറ്റൻസ് പിക്ക് ചെയ്യാനും അതുപോലെ തന്നെ റോങ് സെൻറ്റൻസ് പിക്ക് ചെയ്യാനും മിക്സഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു IBPS ക്ലർക്കിൻ്റെ ഈ ഒരു ഷിഫ്റ്റിനകത്ത് ഫൈൻഡ് കറക്റ്റ് സെൻറ്റൻസ് മാത്രമാണ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു 4 ദിവസത്തിനെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ RC അറ്റൻഡ് ചെയ്തത്. അത് സോളോ ട്രിപ്പിനെ കുറിച്ചിട്ടുണ്ടായിരുന്നൊരു RC ആണ്. അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാസേജ് അല്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പാസേജാണ് കേട്ടോ സോളോ ട്രിപ്പിൻ്റെ. അതിൽ സിനോണിംസും ആൻറ്റോണിംസും സേഫ്, വാച്ച്, കൺവിങ്ഷൻ ഇങ്ങനെ 3 വേർഡായിരുന്നു. അപ്പോൾ സേഫ്, വാച്ച് ഞാൻ കൊടുത്തു. കൺവിങ്ഷൻ എനിക്ക് ഉറപ്പില്ലാത്ത കാരണം ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിനകത്ത് എൻ്റെ ടോട്ടൽ അറ്റംപ്റ്റ് 26 ആണ് കേട്ടോ. അതിലെനിക്ക് എല്ലാം ആക്യുറേറ്റ് അല്ല. ഇംഗ്ലീഷ് എനിക്ക് എപ്പോഴും പേടിയുള്ളൊരു സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് റീസണിങ് സെക്ഷൻ വന്നു. റീസണിങ്ങിനകത്ത് ആൽഫ ന്യൂമറിക് സിമ്പിളിൻ്റെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. അത് ഈസി ആയിട്ടുള്ള ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ കോഡിങ് ഉണ്ടായിരുന്നു. കോഡിങ് കഴിഞ്ഞിട്ട് പിന്നെ സിലോജിസം ഉണ്ടായിരുന്നു കേട്ടോ. സിലോജിസം ഒരു 3 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. 3 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിനകത്താണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നോ വന്നു കഴിഞ്ഞാൽ ഏതർ ഓർ വരുന്നൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സം നോ വരുമ്പോൾ ഏതർ ഓർ വരുന്നത്. പക്ഷേ ഈ ഒരു ഓപ്ഷനകത്താണെങ്കിൽ അത് 2 ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ അതിലുണ്ടായിരുന്ന ആ ഒരു കൺക്ലൂഷനകത്ത്
അറ്റ്ലീസ്റ്റ് സമ്മും നോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഡൗട്ടായത് കാരണം ഞാനത് അറ്റ്ലീസ്റ്റ് സമ്മും നോ വന്നപ്പോഴത്തേക്കും ഏതർ ഓർ കൊടുത്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ ആണ് കൊടുത്തത്. ലാസ്റ്റ് അതെനിക്ക് പിന്നീട് ഞാൻ മാറ്റിയതും ഉണ്ടായിരുന്നില്ല. എനിക്ക് എയ്തർ ഓറാണെന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനത് കൊടുത്തത്, എയ്തർ ഓർ. അറ്റ്ലീസ്റ്റ് സമ്മ് നോ വന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതേ ഷിഫ്റ്റിലുള്ളതാണെങ്കിൽ നിങ്ങൾ എന്താ കൊടുത്തതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അതിനകത്ത് ഇതുണ്ടായിരുന്നു, ഡെസിഗ്നേഷൻ ബേസ്ഡ് പസിലുണ്ടായിരുന്നു. 8 പേരുടെ മാനേജർ, ക്ലർക്ക്, PO ലെവൽ, PO അങ്ങനെയൊക്കെ വരുന്ന ഡെസിഗ്നേഷൻ ബേസ്ഡ് പസിലായിരുന്നു 8 പേരുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ സ്ക്വയർ ബേസ്ഡ് ഒരു പസിലുണ്ടായിരുന്നു കേട്ടോ. സ്ക്വയർ ബേസ്ഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വരുന്നത്, അത് 4 പേര് കോർണർ ഇൻസൈഡ്, 4 പേര് മിഡിൽ ഔട്ട്സൈഡ് നോക്കിയിരിക്കുന്ന ആ ഒരു സ്ക്വയർ ബേസ്ഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്ലോർ ബേസ്ഡ് പസിലുണ്ടായിരുന്നു, അത് ബോട്ടം ടു ടോപ്പ് 8 പേരിരിക്കുന്ന ഒരു ഫ്ലോർ ബേസ്ഡ് പസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡർ റാങ്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. 6 പേര് വരുന്ന ഒരു ഓർഡർ റാങ്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പസിലെല്ലാം ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് മിസ്ലേനിയസിൽ ഓഡ് വൺ ഔട്ട് ആൽഫബറ്റ്സ് കൊടുത്തിട്ട് അതിൽ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. പിന്നെ മോണിറ്റർ എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ട് അതിൽ ബോത്ത് ഫോർവേഡും ബാക്ക്വേർഡും വന്നിട്ടുള്ള എത്ര പെയർസ് ഓഫ് ഇത് ആൽഫബറ്റ്സ് ഉണ്ടെന്നുള്ളത് എനിക്കത് 3 കേട്ടോ കിട്ടിയത്. പിന്നെ നമ്പർ ബേസ്ഡ് ഒരു 7-8 നമ്പറാണെന്ന് തോന്നുന്നത് തന്നിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അത് എത്ര പേര് മീൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് അവരുടെ പൊസിഷൻ അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ റീസണിങ്ങും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈസി ലെവൽ തന്നെ ആയിരുന്നു. അപ്പോൾ ടോട്ടൽ എൻ്റെ അറ്റംപ്റ്റ് റീസണിങ്ങിനകത്ത് എൻ്റെ അറ്റംപ്റ്റ് 34 ആണ് കേട്ടോ. ശരിക്കും 32 അറ്റംപ്റ്റ് കൊടുത്തു. 2 എണ്ണം ഞാൻ ആൻസർ ചെയ്തതിന് ശേഷം മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടോട്ടൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 87 ആണ് കേട്ടോ. ഔട്ട് ഓഫ് 100ൽ 87 ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇംഗ്ലീഷ് സെക്ഷനാണ് ശരിക്കും കുറച്ച് പേടിയുള്ളത്. പിന്നെ റീസണിങ്ങിനകത്ത് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ നല്ല ഡൗട്ടുണ്ട്, ഞാൻ കൊടുത്തത് കറക്റ്റ് ആണോ എന്നുള്ളത്. നമ്മുടെ SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു എക്സാം കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു 65 അറ്റംപ്റ്റ് അതിന് മുകളിലോട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻസിന് വേണ്ടി നോക്കാം കേട്ടോ. കാരണം വേക്കൻസി ഇത്തവണ ഉണ്ട്, നമുക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി വേക്കൻസി ഇത്തവണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 81 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും അത്രയും വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് മെയിൻസിനും കൂടെ നോക്കുക. അങ്ങനെയാണ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള സ്റ്റഡി വ്ലോഗൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.